14 രാവിലൂടെ ഒരു പുതിയ പാട്ട് നമ്മളെ ആസ്വദിച്ചു. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മിന മെഹർ. ഹായ് മിന. ഹായ്. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. മിന, ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു. കുറച്ച് ഡ്രോബാക്സ് ഒക്കെ പറഞ്ഞു. അതൊക്കെ കറക്റ്റ് ചെയ്ത് വന്നിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഏത് പാട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടില്ല പാടാൻ വേണ്ടി? പേർക്ക പാടിയ ബദറിൽ മുനീറും തോഴി. മാറിപ്പോയില്ലേ പെട്ടെന്ന് പറഞ്ഞപ്പോൾ? കുഴപ്പമില്ല. എന്തായാലും പാട്ടിൽ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മെഹർ. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് പീർ മുഹമ്മദ് ആലപിച്ചൊരു മനോഹരമായ ഗാനം. എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസിന് ശേഷം കുറച്ചൊരു കോൺഫിഡൻസ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് എന്തായാലും കമന്റ്സ് അറിയാം ഈ പെർഫോമൻസിനെ കുറിച്ച്. ഷാൻ സർ? കോൺഫിഡൻസ് ഉറപ്പായിട്ടും കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസിലുണ്ടായിരുന്ന ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഈ ഹൈസിൽ പോകുമ്പോഴുള്ള ഒരു സ്ട്രെയിൻ. മോള് പല്ലവി പാടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല്ലവി റെപ്പിറ്റേഷൻസ് ഒക്കെ നല്ല രസമുണ്ട്, എടുക്കുന്ന ഒക്കെ രസമുണ്ട്. ഈ അനുപല്ലവി ചരണം ഇതിലൊക്കെ ഈ ഹൈ പാടിയ പോർഷൻസ് ഒഴിച്ച് ബാക്കി അവിടുന്ന് താഴോട്ട് വരുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ മോള് നന്നായിട്ട് പാടുന്നൊക്കെ ഉണ്ട്. ഹൈ വരുമ്പോൾ നമ്മളിങ്ങനെ എനിക്ക് പോണ്ട എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഉന്തിത്തള്ളി ഇങ്ങനെ വിടല്ലേ, ആ ഒരു സ്ട്രെയിൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യമാണത്. പക്ഷെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഇതാണ് സിംഗിങ് വൈസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു ഷാൻ സർ. നല്ല ഒരു ഇംപ്രൂവ്മെന്റ് കാഴ്ചവെച്ചു. ഹാപ്പി, വി ആർ ഹാപ്പി. രാണത്ത? പാട്ട് കഴിഞ്ഞ പാട്ടിലും ബെറ്റർ ആയിരുന്നു കേട്ടോ. പിന്നെ ഹൈ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഹൈയിൽ നമുക്ക് വെച്ചാൽ നമ്മളിങ്ങനെ പറയില്ലേ, എത്തിപ്പിടിക്കാൻ ഭയങ്കര കുറച്ചൊരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്യണം. അപ്പം നമുക്ക് അവിടെ ഇപ്പം പല്ലവി മോളൊരു ഇത് ശരിക്ക് ഹസ്ബി റബ്ബി ജല്ലല്ലാ അങ്ങനെ ഒരു താരാട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ട്യൂണ് എല്ലാവർക്കും എപ്പോഴും ഇപ്പം മോളത് പാടിക്കഴിഞ്ഞാലും നമ്മളെ മനസ്സിലൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു ട്യൂണാണല്ലോ ഇത്. കേൾക്കുമ്പോൾ ഭയങ്കര അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു സോങ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത് പല്ലവി ശരിക്കും മോൾക്ക് ശരിക്കും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം പല്ലവി നന്നായിട്ട് മോള് ആ ഒരു സ്ട്രെയിനും ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം നമ്മളിപ്പോൾ എന്താ ഒരു കുഞ്ഞ് കുറച്ചൊക്കെ ഒരു സംഗതിയല്ല അത്, നമ്മുടെ വോയിസിൽ തന്നെ നമ്മൾ പാടുമ്പോൾ കൊടുക്കുന്ന ഒരു ഫീലും ഒക്കെ കൂടിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട്. അത് പല്ലവിയിൽ വന്നപ്പോൾ അത് നല്ലൊരു സുഖം. അപ്പം അത് അനുപല്ലവിയിൽ ഹൈയിൽ ഇങ്ങനെ അത് എത്തിപ്പിടിക്കുമ്പോൾ അത് രണ്ട് വ്യത്യാസം നമുക്ക് വേഗം അറിയുന്നുണ്ട്. അതാണ് ആ പറഞ്ഞത്. അപ്പം ഹൈ നമ്മൾ നന്നായിട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നെ വേണം. താങ്ക് യു രണത്ത. ഫൈസൽ മാഷ്? ഈ പറഞ്ഞ കാര്യം ഹൈ നോട്ടിൻ്റെ കാര്യം നേരത്തെയുള്ള പാട്ടിലുണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ ഒരു പ്രാക്ടീസ് കൊണ്ട് ക്ലാസ്സുകളിലൊക്കെ പോയിക്കൊണ്ട് തന്നെ ശരിയാക്കാവുന്ന കാര്യം. ചെറിയൊരു വിഷയമാണല്ലോ അതൊക്കെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാടാൻ കഴിവുള്ള കുട്ടിയാണ്, അതുകൊണ്ട് അതൊന്നും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. പീർക്കായുടെ ഇപ്പോൾ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന പ്രണയകാവ്യത്തിലൊരു മനോഹരമായ ഒരു ഭാഗം PT അബ്ദുറഹിമാൻ എഴുതിയ വളരെ മനോഹരമായ വരികളാണ് ഈ പാട്ടിൽ. മോക്ക് അതിൻ്റെ ആ ഒരു ശരിക്കും ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാടുന്നത് പീർക്കാൻ്റെ. ഇതൊരു ഹാപ്പി മൂഡ് പാട്ടാണ്. ഒരു മനസ്സിലേറെ സംഘർഷമുണ്ടെങ്കിലും ആ സമയത്ത് ഒളിച്ചോടാൻ തീരുമാനിക്കുന്ന നിർണായകമായ ഒരു രംഗമാണത്. ആ ഒരു ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും തമ്മിൽ ഒളിച്ചോടാൻ തീരുമാനിക്കുന്നത് അത് പീർക്ക പാടി വെച്ചത് വളരെ മനോഹരമായിട്ടാണ്. അപ്പം മോള് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാനല്ല പറഞ്ഞത്, ഈ പാട്ടിൽ പിന്നെ ഈ പറഞ്ഞ കാര്യം ആ മൂഡൊക്കെ ശരിക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പാടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഹൈ നോട്ടൊക്കെ ശ്രദ്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുക കേട്ടോ. താങ്ക് യു ഫൈസൽ മാഷ്. മിന, എന്തായാലും നല്ലൊരു പ്രോഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞു സിംഗിങ്ങിന്റെ കാര്യത്തിൽ. എനിക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈ ശ്രമിക്കാറുണ്ടോ? പാടി നോക്കാറുണ്ടോ? എന്തായാലും പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ട്രൈ ഹാർഡ് ഫോർ ദാറ്റ്. എന്തായാലും ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായി രണത്ത, ഔട്ട് ഓഫ് 30? മോള് കഴിഞ്ഞതിലും ബെറ്റർ ആയിട്ടോ മോളെ. 23.5. താങ്ക് യു. 23.5 on 30. താങ്ക് യു രണത്ത. ഷാൻ സർ? 24 on 30. നല്ല മാർക്സ് ആണ്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷ്? 23.5. താങ്ക് യു. 23.5 on 30. താങ്ക് യു ഫൈസൽ മാഷ്. മിന, കൺഗ്രാറ്റുലേഷൻസ്. 71 out of 90. കഴിഞ്ഞ പെർഫോമൻസിന് എങ്ങനെ ഉണ്ടായിരുന്നു മിന മാർക്സ്? കുഴപ്പമില്ല. അതിനേക്കാളും ബെറ്റർ ആയി. അത് പറയാൻ താല്പര്യമില്ല അല്ലേ? പറയണ്ട, കുറച്ച് കുറവാണല്ലേ? എന്തായാലും 66.5. ഓക്കെ, അപ്പം നല്ലൊരു എന്താ പറയുക, ഒരു മേജർ ഇംപ്രൂവ്മെന്റ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കീപ് ഗോയിങ് ലൈക്ക് ദിസ്. ഇനി വരുന്ന റൗണ്ടുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.